Hi dear friends, welcome back to Happy Life TV. പ്രണയത്തെക്കുറിച്ചും ഒളിച്ചോട്ടത്തെക്കുറിച്ചുമുള്ള ഒരുപാട് വാർത്തകൾ പല മീഡിയയിലൂടെയും നമ്മൾ കാണാറുണ്ട്. ഇത്തരം വാർത്തകൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് നാം അത്തരം വാർത്തകളോട് പ്രതികരിക്കാറുള്ളത്? പയ്യനെ കുറ്റം പറഞ്ഞ്, പ്രണയത്തിൽപ്പെട്ട പയ്യനെ കുറ്റം പറഞ്ഞ കുറേ ആളുകൾ, പെൺകുട്ടിയെയാണ് കുറ്റം പറയേണ്ടത് എന്ന് പറഞ്ഞ് വേറെ കുറേ ആളുകൾ, മറ്റു പല വിഷയങ്ങളും കുറ്റം പറഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുകളുടെ സ്വർഗം പ്രവചിച്ച് അവർക്ക് നരകം പ്രഖ്യാപിച്ച് വേറെ കുറേ ആളുകൾ, ആ വാർത്തകൾ തന്നെ വീണ്ടും 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 ഷെയർ ചെയ്ത് കലി തീർക്കുന്ന വേറെയും കുറേ ആളുകൾ, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ് ഒരു തരത്തിലുള്ള ആത്മരതി തീർക്കുന്ന വേറെ കുറേ ആളുകൾ, ഇങ്ങനെ പല രീതിയിലുമാണ് പ്രണയത്തെക്കുറിച്ചും ഒളിച്ചോട്ടത്തെക്കുറിച്ചുമുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നാം കൈകാര്യം ചെയ്യാറുള്ളത്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒന്ന് രണ്ട് കൂട്ടുകാരികളുമായി ചേർന്ന് ഒരു ഗാനം ഒരു തമാശയ്ക്ക് വേണ്ടി അത് റെക്കോർഡ് ചെയ്യുകയും കുടുംബത്തിലുള്ള ആരോ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്ത് അവസാനം നമ്മുടെ ഒക്കെ മൊബൈൽ ഫോണുകളിലേക്ക് വാട്സാപ്പിലൂടെ ഒരുപാട് തവണ, ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒരുപാട് തവണ അത് വന്ന് അത് ഷെയർ ചെയ്ത് കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുപാട് തവണ അത് ഷെയർ ചെയ്ത് അതിലൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തി അവസാനം ആ പെൺകുട്ടിയുടെ കുടുംബത്തിലെ ഒരു ബന്ധു അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, ഇനി നിങ്ങൾ ആരും ഇത് ഷെയർ ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ മെസ്സേജ് നമ്മുടെയൊക്കെ മൊബൈൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെയൊക്കെ ഗാലറിയിൽ, വീഡിയോ ഗാലറിയിൽ 5, 6, 8, 10 തവണ ആ വീഡിയോ എത്തിക്കഴിഞ്ഞിരുന്നു. ഇവിടെ നാം വളരെ മാന്യതയോടുകൂടെ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇനിയും നാം അത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നാം ഒരിപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അത് ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു പ്രത്യേകതരം ആനന്ദം മറ്റുള്ള ആ പാവപ്പെട്ട ജനങ്ങൾ, പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ, അവരുടെ മാതാപിതാക്കളാവട്ടെ, കുടുംബക്കാരാവട്ടെ, നാട്ടുകാരാവട്ടെ, അവർ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രയാസങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലും നാം ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട, നമുക്ക് ചെയ്യാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഒരുപക്ഷെ ആ വാർത്ത ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. ആ വ്യക്തികളോട് എന്തെങ്കിലും ദേഷ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി ചെയ്ത ആളുകളാക്കാൻ ഫേക്ക് ആവാൻ സാധ്യതയുണ്ട്. ഇല്ലാത്ത കഥകളാവാൻ സാധ്യതയുണ്ട്. രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് പഴക്കമുള്ളതായിരിക്കാം. 4, 5 വർഷം മുമ്പുള്ള വാർത്തകൾ പോലും ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നുണ്ട്. ഒരുപാട് പഴക്കമുള്ളതാവാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമതൊരു സാധ്യത ഇത് ഒറിജിനൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നു, എന്താണ് ഒറിജിനൽ ആണെങ്കിൽ തന്നെ ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പിന്നെയും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ വാർത്ത പബ്ലിക് ആയതിൻ്റെ പേരിൽ, പ്രണയമാവട്ടെ ഒളിച്ചോട്ടമാവട്ടെ അങ്ങനെയുള്ള രജിസ്റ്റർ മാരേജ് ആവട്ടെ, അതിൻ്റെ പേരിൽ നേരത്തെ തന്നെ തല താഴ്ത്തി സമൂഹത്തിൽ പലരുടെയും മുമ്പിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല താഴ്ത്തിയിരിക്കുന്ന ആ അച്ഛൻ്റെയും ആ അമ്മയുടെയും ആ വാർത്തകൾ വീണ്ടും വീണ്ടും ഷെയർ ചെയ്ത് സമൂഹത്തിൽ അവരെ വീണ്ടും നാറ്റിക്കുകയാണോ നാം വേണ്ടത്? ആദ്യമായിട്ട് നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്യാതിരിക്കുക എന്ന വളരെ വലിയ ധാർമ്മിക ബോധമുള്ള ഒരു നിലപാടെടുക്കുക എന്നതാണ്. കാരണം അങ്ങനെ ഒരു വാർത്ത, ഇത്തരത്തിലുള്ള വിഷ്വൽ ഇമ്പാക്റ്റ്, അതായത് ഒരു വാർത്ത വീണ്ടും വീണ്ടും ഫോട്ടോ ഉണ്ടെങ്കിലും വീഡിയോ ഉണ്ടെങ്കിലും ഇനി ഒന്നുമില്ലെങ്കിൽ വാർത്ത മാത്രമാണെങ്കിലും അത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നതിനുള്ള ഒരുപാട് വിഷ്വൽ ഇമ്പാക്റ്റ്, ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാഥമിക സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഇത്തരത്തിലുള്ള വാർത്തകൾ ഇനി വരുന്ന സമയത്ത് അതൊരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അത് ആ കുടുംബത്തോട്, ആ സമൂഹത്തോട്, ആ നാടിനോട്, ആ വ്യക്തികളോട് ചെയ്യുന്ന അവർ ഒരു തെറ്റിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന ഒരു തെറ്റിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതായിരിക്കും. നമുക്ക് സാധിക്കട്ടെ, പക്വത ഉള്ളവരായി നാം മാറട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ബാക്കി വിഷയങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്യുന്നതായിരിക്കും. ബി വിത്ത് us, watch and subscribe Happy Life TV.